നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. കൊടകര കള്ളപ്പണ ഇടപാട് കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ആദായ നികുതി വകുപ്പിനും നോട്ടീസ് അയച്ച് ഹൈക്കോടതി. കൊടകര കവർച്ചാ കേസിലെ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ട് 50-ാം സാക്ഷി സന്തോഷ് നൽകിയ ഹർജിയിലാണ് നോട്ടീസ്. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി അറിയിക്കാൻ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് നിർദ്ദേശം നൽകി. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സംസ്ഥാന പോലീസ് മേധാവിയോടും ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനിടെ മണിപ്പൂരിൽ വീണ്ടും ആക്രമണങ്ങൾ ശക്തമാകുന്നു. അക്രമകാരികൾ കർഷകർക്ക് നേരെ വെടിവയ്പ് നടത്തി. ബിഷ്ണുപൂർ ജില്ലയിലെ കർഷകർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 20ഓളം കർഷകരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി. മേഖലയിൽ സുരക്ഷാ സേനയും അക്രമികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ 15 മിനിറ്റോളം നീണ്ടു. അതേസമയം ആക്രമികൾ കൊലപ്പെടുത്തിയ 31കാരി ക്രൂര ബലാത്സംഗത്തിനിരയായതായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിന്റെ 99% പൊള്ളലേൽക്കുകയും അവയവങ്ങൾ മുറിച്ചു മാറ്റിയതായും റിപ്പോർട്ടിൽ കണ്ടെത്തി. തലയൊട്ടി തകർത്ത നിലയിലുണ്ട്. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്രം. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയിയാണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിലെ മാനദണ്ഡങ്ങൾ അതിനനുവദിക്കുന്നില്ലെന്നും ആഭ്യന്തര സഹമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തിന് SDRF പ്രവർത്തനങ്ങൾക്കായി 388 കോടി രൂപ നടപ്പ് സാമ്പത്തിക വർഷത്തിലേക്ക് അനുവദിച്ചിട്ടുണ്ടെന്നും കത്തിലുണ്ട്. ദില്ലിയിലെ കേരളത്തിന്റെ സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്രമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കാണ് KV തോമസ് കത്ത് നൽകിയിരുന്നത്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ കോൾ ലിസ്റ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു. ഇന്നുച്ചയോടെ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്ത് മടങ്ങി. പത്തനംതിട്ട മലയാലപ്പുഴയിലെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്ത് മടങ്ങിയത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ കളക്ടർക്കെതിരായാണ് കുടുംബം ഇന്നും മൊഴി നൽകിയത്. യാത്രയയപ്പിലും പെട്രോൾ പമ്പ് വിഷയത്തിലും ഗൂഢാലോചന സംശയിക്കുന്നതായി കുടുംബം അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തത്. ആത്മകഥാ വിവാദത്തിൽ EP ജയരാജന്റെ പരാതി കോട്ടയം ജില്ലാ പോലീസ് മേധാവി അന്വേഷിക്കും. എന്നാൽ ആദ്യഘട്ടത്തിൽ കേസെടുക്കാതെയാണ് അന്വേഷണം നടത്തുക. ADGP മനോജ് എബ്രഹാമാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് അന്വേഷണ ചുമതല നൽകിയത്. തന്റെ ആത്മകഥ വ്യാജമായി ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ചുവെന്ന EP ജയരാജന്റെ പരാതിയിൽ DC ബുക്സിന്റെ പേര് പരാമർശിച്ചിരുന്നില്ല. ഗൂഢാലോചന പരാതിയാണ് EP ജയരാജൻ നൽകിയത്. ഈ സാഹചര്യത്തിലാണ് കേസെടുക്കാതെ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടുള്ള സന്ദേശങ്ങൾ ഒരിക്കലും വാട്സപ്പിലൂടെ അയക്കില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇത്തരം സന്ദേശങ്ങൾ തട്ടിപ്പാണെന്നും ഒരിക്കലും ഇത്തരം സന്ദേശങ്ങളോ പേയ്മെന്റ് ലിങ്കോ വാട്സപ്പിൽ അയക്കില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറയുന്നു. നിയമലംഘനങ്ങൾ സംബന്ധിച്ച അറിയിപ്പുകൾ പരിവാഹൻ പോർട്ടലിൽ നിന്ന് രജിസ്ട്രേഡ് മൊബൈൽ നമ്പറിലേക്ക് മാത്രമേ വരികയുള്ളൂ. വാഹന നമ്പർ സഹിതമായിരിക്കും ഇത്തരം അറിയിപ്പുകളെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. ഗതാഗത നിയമം ലംഘിച്ചെന്നും ഇതിന് പിഴ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സൈബർ തട്ടിപ്പ് സംഘങ്ങൾ വാട്സപ്പ് വഴി വ്യാജ സന്ദേശങ്ങൾ അയക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 4ാം T20യും ജയിച്ച് പരമ്പര പിടിക്കാൻ ഇന്ത്യ നാളെ ഇറങ്ങും. ജോഹന്നസ്ബർഗിലെ വാണ്ടറേഴ്സ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 7:30-നാണ് മത്സരം തുടങ്ങുക. സ്പോർട്സ് 18 നെറ്റ്വർക്കിലും ജിയോ സിനിമയിലും മത്സരം തത്സമയം കാണാനാകും. ആദ്യ മത്സരത്തിലെ സെഞ്ചുറിക്ക് ശേഷം തുടർച്ചയായ 2 മത്സരങ്ങളിൽ 0-ന് പുറത്തായ മലയാളി താരം സഞ്ജു സാംസണ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ മികച്ച സ്കോർ നേടേണ്ടത് അനിവാര്യമാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പര കഴിഞ്ഞാൽ അടുത്ത വർഷം ജനുവരിയിൽ മാത്രമാണ് ഇന്ത്യ അടുത്ത T20 പരമ്പര കളിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ 5 മത്സര T20 പരമ്പരയിൽ ടീമിൽ സ്ഥാനം നിലനിർത്താൻ സഞ്ജുവിന് നാളെ മികച്ച പ്രകടനം പുറത്തെടുത്തേ മതിയാകൂ. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണകാലത്ത് 2019 മുതൽ ജമ്മു കാശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങളിൽ 70% ഇടിവെന്ന് കേന്ദ്ര സർക്കാർ. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കൗൺസിലിന് മുന്നിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ കഴിഞ്ഞ 5 വർഷങ്ങളായി തീവ്രവാദ കേസുകളിൽ കുറവുണ്ടെങ്കിലും ലഷ്കർ-e-തായിബ, ജെയ്ഷെ-മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളിൽ നിന്ന് ഭീഷണി തുടരുന്നുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ വ്യക്തമാക്കി. നരേന്ദ്രമോദി സർക്കാർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്കാണെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിന് അതീവ പ്രാധാന്യം നൽകുന്നതായും ഗോവിന്ദ് മോഹൻ പാനലിന് മുൻപാകെ പറഞ്ഞു. വാർത്തകൾ അവസാനിക്കുന്നില്ല. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.